ഹായ് ഗൈസ്, വെൽക്കം ടു ഋത്നി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആത്തൻകുടിയിലാണ്. ആത്തൻകുടി ടൈൽ മേക്കിംഗ് എങ്ങനെ എന്ന് കാണാനാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു ഗ്ലാസ് ഷീറ്റ് വെച്ച് അതിലേക്ക് ഫ്രെയിമും സ്റ്റെൻസിലും വെച്ചിട്ടാണ് തുടക്കം. ഈ ഒരു സ്റ്റെൻസിലാണ് ഓരോ ഡിസൈനിൻ്റെയും പിന്നിലെ ആ ഒരു രഹസ്യം. സ്റ്റെൻസിലിലേക്ക് വളരെ ശ്രദ്ധയോടെ വേണം ഈ പെയിൻറ് ഒഴിച്ചു കൊടുക്കാൻ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഡിസൈൻ ആകെ മാറി മറയും. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും വളരെ ക്ഷമയോടെയും സമയമെടുത്തുമാണ് ഇവർ ചെയ്യുന്നത്. പണ്ട് കാലത്ത് ചെട്ടിയാന്മാരാണ് ഈ ഒരു ടൈൽ മേക്കിംഗ് ഫാക്ടറിക്ക് തുടക്കം കുറിച്ചതും ബാക്കി കാര്യങ്ങളെല്ലാം മുൻകൈയെടുത്ത് ചെയ്തതും. ഇന്നും പലയിടങ്ങളിലായി ഈ ഒരു ടൈൽ മേക്കിംഗ് പ്രോസസ്സ് വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ സ്റ്റെൻസിൽ ഉപയോഗിച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റെൻസിൽ ഉപയോഗിച്ച് ചെയ്യുന്നതുമുണ്ട്, ഫ്രീ ഹാൻഡായി വരച്ചെടുക്കുന്ന ഡിസൈൻസും അവൈലബിൾ ആണ്. ഓരോ ആത്തൻകുടി ടൈൽ ഉണ്ടാക്കിയെടുക്കാനും അത്രയേറെ കഷ്ടപ്പാടാണുള്ളത് കേട്ടോ. വളരെ സമയമെടുത്ത് ക്ഷമയോടെ മാത്രമേ നമുക്കത് ആ ഒരു പെർഫെക്ഷനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമല്ല സമയമെടുക്കുന്നത്, ആ ഒരു ടൈൽ പെർഫെക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാൻ പാകത്തിന് കിട്ടുന്നത് ഒരു 2-3 ആഴ്ച എടുത്തിട്ടാണ്. കാര്യം ആദ്യം ഇത് വെയിലത്തുണക്കി അതിനുശേഷം വെള്ളത്തിനടിയിൽ സൂക്ഷിച്ച് അങ്ങനെ പല രീതിയിൽ പല സ്റ്റെപ്പുകൾ കഴിഞ്ഞാണ് ഓരോ ടൈലും പുറത്തു വരുന്നത്. പഴമയും പാരമ്പര്യമൊക്കെ ചേർത്ത് പിടിക്കുന്നവർ ഇന്നും ഈ ഒരു ആത്തൻകുടി ടൈല് തന്നെയാണ് ഉപയോഗിച്ചു വരുന്നത്. കേരളത്തിൽ നിന്ന് പോലും പല ഹോൾസെയിൽ ഓർഡറുകളും അവർക്കിപ്പോൾ ലഭിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കും കിട്ടി ആ ഒരു ചെറിയ ഭാഗ്യം. ഒരു ടൈൽ ഫ്രീ ഹാൻഡ് ഡിസൈനായി വരയ്ക്കാനുള്ള ഭാഗ്യമാണ് എന്നെ തേടിയെത്തിയത്. പക്ഷേ ആ ഒരു ടൈൽ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. കാര്യം അതിന് സെറ്റായി വരാൻ ഒരു 2-3 ആഴ്ചയെങ്കിലും എടുക്കും. ഒന്ന് റെഡിയായി വരുന്ന ടൈലുകൾ ഗ്ലാസ് പോലെ പോളിഷ് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വെറുതെ വെള്ളം കൊണ്ട് തുടച്ചാൽ മതിയാകും എന്നാണ് ഇവർ പറയുന്നത്. പല ഡിസൈൻസിലും സൈസിലും ഈ ഒരു ആത്തൻകുടി ടൈൽ ഇവിടെ ലഭ്യമാണ്. ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ഈ ഒരു സ്ഥലവും ഈ ഒരു പ്രോസസ്സും കണ്ടിരിക്കേണ്ടത് തന്നെയാണ്.